എഫേസ്യ ലേഖനം 3:14 മുതൽ 19 വരെ വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14 to 19. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെ വായിച്ചാട്ടെ. ഞാൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം വീണ്ടും നിൻ്റെ വചനം പഠിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന നിൻ്റെ മക്കളെയെല്ലാം നീ പഠിപ്പിക്കുമാറാകണമേ. നിൻ്റെ വചനം ആത്മാവിൽ ഗ്രഹിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ആരുടെയെങ്കിലും ഹൃദയങ്ങളെ ഈ ലോകത്തിൻ്റെ ദൈവം തടയുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ശക്തികളെ പുറത്താക്കുന്നു. കർത്താവേ, നിൻ്റെ വചനം ഗ്രഹിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ അതിൻ്റെ 14-ാം വാക്യത്തിൽ അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ, അവിടെ എഴുതിയിരിക്കുന്ന സകല കുടുംബങ്ങൾക്കെന്നല്ല, കുടുംബത്തിനും സിംഗുലറാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും എന്നല്ല. ഇംഗ്ലീഷിൽ ഫാമിലി ഓഫ് ഗാഡ്, ഫാമിലീസ് എന്നല്ല, കുടുംബങ്ങൾ എന്നല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗം ആൾക്കാർ സ്വർഗത്തിലും ഒരു ഭാഗം ഇപ്പോൾ ഭൂമിയിലുമാണ്. ഭൂരിഭാഗം ഇപ്പോൾ സ്വർഗസ്ഥലങ്ങളിലാണ്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതായ ഒരു കുടുംബമാണിത്. ആ കുടുംബത്തിൽ പേരെഴുതി കാണുവാൻ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ. യിരെമ്യാവിനെക്കുറിച്ച് പറയുമ്പോൾ നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വേർതിരിച്ചു. അപ്പോൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻനിർണയത്തെക്കുറിച്ചും കർത്താവ് തൻ്റെ മുന്നറിവും മുൻനിർണയത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിപ്പാനിടയായി. അപ്പോൾ ഈ കുടുംബത്തിന് ഒരു പിതാവേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതിൻ്റെ കീഴിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനത്താൽ നാം ദൈവത്തിൻ്റെ ഭവനത്തിൽ ജനിക്കപ്പെടുന്നു. അപ്പോൾ നമ്മിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ ഒരകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനുമുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഇന്ന് അനേകർക്ക് അകത്തെ മനുഷ്യനെക്കുറിച്ചുള്ള അത്ര ചിന്തയൊന്നുമില്ല. ഭൗതിക കാര്യങ്ങൾ നിമിത്തം പുറമേയുള്ള മനുഷ്യൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി സന്തോഷമായി ജീവിച്ചാൽ മതിയെന്നാണ്. എന്നാൽ ദൈവജനത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ഓരോ ദൈവമക്കളുടെയും ഉത്തരവാദിത്തമാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ആരംഭം നമുക്ക് നോക്കാം. കൊലോസ്യർ 3:10. കൊലോസ്യർ 3:10. കൊലോഷ്യൻസ് 3:10. നമ്മുടെ അകത്തെ മനുഷ്യൻ. കൊലോസ്യർ 3:10 വായിച്ചു. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന
പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം നമ്മുടെ അകത്തെ മനുഷ്യൻ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടതായ ആ പുതിയ മനുഷ്യൻ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കെടാത്ത ബീജം. അപ്പോൾ നമ്മുടെ അകത്ത് സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ആരുടെ സ്വരൂപത്തിലുള്ളതാണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വരൂപത്തിലുള്ളവനാണ്. ഇനി എഫേസ്യ ലേഖനം 4:24 കൂടെ വായിച്ചാട്ട്. എഫേസ്യ ലേഖനം 4:24. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. നമ്മുടെ ഉള്ളിലുള്ള പുതുമനുഷ്യൻ പൂർണ്ണമായി നീതിമാനും വിശുദ്ധനുമാണ്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യന്. നമ്മുടെ കൂടെ ദൂതന്മാരെന്തുകൊണ്ടാണ് കാവലിന് നടക്കുന്നത്? ദൈവമക്കൾക്ക് ദൂതന്മാർ കാവലിന് നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മിൽ ദൈവാനുരൂപമായ ഒരു പുതു മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കാവലായിരിക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും, പ്രിൻസ് ഫിലിപ്പിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മക്കൾ സ്കൂളിൽ പോകുമ്പോഴെല്ലാം പോലീസ് അവൻ്റെ പുറകെ പോകും. സ്കൂളിൽ പോകുമ്പോഴും എന്താ? റോയൽ ബ്ലഡ്, രാജകീയ രക്തം അവരുള്ളത് കൊണ്ട് ആ പട്ടാളം, ആ പോലീസ് അവരുടെ പുറകെ പോവുകയാണ്. മറ്റുള്ളവരുടെ പുറകെ എന്താ? മറ്റുള്ള കുഞ്ഞുങ്ങൾ പോകുമ്പോൾ എന്താ പോകാത്തത്? എം പിമാരുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ എന്താ പോലീസ് പോകാത്തത്? അവരുടെ ഉള്ളിലുള്ളത് രാജകീയ രക്തമല്ല. അതുപോലെ നമ്മിലൊരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആണ് ദൂതന്മാർ നമ്മൾക്ക് കാവലായിരിക്കുന്നത്. അതെല്ലാവരും ഓർക്കണം. മത്തായിയുടെ സുവിശേഷം 18:10 വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 18:10. മാത്യു 18:10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ ചെറിയവർക്കും സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ, ഏറ്റവും ചെറിയവർക്കും എന്തുണ്ട്? രക്ഷിക്കപ്പെട്ട ദൈവപൈതൻ, അവൻ ധനികനായാലും പാവപ്പെട്ടവനായാലും ചെറ്റപ്പുരയിൽ കിടക്കുന്നവനാണെങ്കിലും അവനും ആരുണ്ട്? ഒരു ദൂതനുണ്ട്. അതിൻ്റെ കാരണം എന്താണ് കാരണം? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, ദൈവവചനമാകുന്ന വിത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതുമനുഷ്യൻ അവൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ പുതുമനുഷ്യനുള്ളത് കൊണ്ട് ദൂതന്മാരെന്ത് ചെയ്യുന്നേ ഒക്കുള്ളൂ? വന്നേ ഒക്കുള്ളൂ. നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. എബ്രായ ലേഖനം 1:13-14 വായിച്ചാട്ട്. എബ്രായ ലേഖനം 1:13-14. ഹീബ്രൂ ചാപ്റ്റർ 1:3-4. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും 1:13-14. ഞാൻ നിന്റെ ശത്രുക്കളെ എബ്രായ ലേഖനം 1:13-14. 3 and 4 അല്ല, 13-14. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിക്കുന്ന ദൈവമക്കളുടെ സേവകാത്മാക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറ്റപ്പുരയിലാണ് പാർക്കുന്നതെങ്കിലും രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ, നിങ്ങളിൽ വചനമാകുന്ന വിത്ത് വന്നിട്ട് ആ പുതിയ മനുഷ്യൻ ജനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി കാവലിന് വേണ്ടി ആ ദൂതൻ അവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ജമ്മുവിൽ തലാപ്തിലോ എന്ന് പറയുന്ന പട്ടണത്തിൽ പല ഹിന്ദുക്കളായവർ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു, ഉയർന്ന ജാതിയിലുള്ളവർ. അപ്പോൾ അവർക്കൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനു മുൻപ് അവിടെ കുലദൈവതങ്ങളും കാളി ദേവിയൊക്കെ അവരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പഠിപ്പുള്ള ഒരു സഹോദരി, റാണി എന്ന് പറയുന്ന സഹോദരി, ഗ്രാജുവേറ്റാണ്.
മക്കളൊക്കെ പ്രായമുള്ള മക്കളുണ്ട്. ഭർത്താവ് എയർലൈൻസ് ജോലിയാണ്. അവർ പറഞ്ഞു, ഇതിനു മുൻപാണെങ്കിൽ ഞങ്ങളുടെ കുലദേവതയൊക്കെ ഞങ്ങളെ സൂക്ഷിക്കുമായിരുന്നു, അതുപോലെ കാളിദേവി ഞങ്ങളുടെ, ഇപ്പം അതിനെല്ലാം ഞങ്ങൾ വിട്ടപ്പോൾ ഞങ്ങൾക്കൊരു ഭയം. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. എന്നിട്ടും അവർക്കതങ്ങോട്ട് ഉറപ്പാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ സഹോദരിക്ക് ദൂതനെക്കുറിച്ച് അല്പം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. ഞാനത് വൈകിട്ട് ക്ലാസ് എടുത്തിട്ട് പോയപ്പോൾ രാത്രിയിൽ 11-12 മണിയായപ്പോൾ എനിക്ക് ഫോൺ ചെയ്യാണ്, ഒരു വലിയ ആൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഒരു ടെലിഫോൺ ടവറുണ്ട്, ഈ മൊബൈൽ ടവർ, അത് വളരെ ഉയർന്നതാണ്. അവരുടെ വസ്തുവിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സഹോദരി പറയുന്നു, ആ ടെലിഫോൺ ടവറിനേക്കാളും വളരെ ഉയർന്നതാണ്, കാല് നിലത്ത് തൊടുന്നില്ല, ഇത്ര വലിയ, മുഴുവനും വെള്ളവസ്ത്രത്താൽ ധരിച്ചതാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ ഭയം വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭയപ്പെടുത്താനല്ല, നിങ്ങളെ കാക്കുവാൻ വന്ന ദൂതനെ കർത്താവ് കാണിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പറയും, ഇനി ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച്, ഒരു കുലദേവതയെക്കുറിച്ചോ കാളിദേവതയെക്കുറിച്ചോ ഹനുമാനെക്കുറിച്ച് ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങളെ സൂക്ഷിപ്പാനായി ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ വചനമാകുന്ന വിത്ത് വന്ന് പുതു മനുഷ്യൻ ജനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാവൽക്കാരനും ഉണ്ട്. അത് നിങ്ങളുടെ പുണ്യം കൊണ്ടല്ല, നിങ്ങളിൽ ഉള്ളിൽ ജനിക്കപ്പെട്ട ആ ദൈവാനുരൂപമായ പുതു മനുഷ്യനാൽ മാത്രമാണ്. ആ പുതു മനുഷ്യനുള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര അപകടമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നേപ്പാളിലും ചൈനയിലുമൊക്കെ എത്രമാത്രം, ഫിലിപ്പീൻസിലും എത്രമാത്രം അപകടമായ സ്ഥലങ്ങളിൽ കൂടെ, ജമ്മു കാശ്മീരിലും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളെ കാത്തുവാൻ ആരുണ്ട്? ദൂതന്മാരുണ്ട്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ അപേക്ഷിച്ചതുകൊണ്ടല്ല, നിങ്ങളിൽ എന്ത് ഉണ്ടുണ്ട്? ഒരു ദൈവാനുരൂപമായ ഒരു പുതു മനുഷ്യനകത്തുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ദൈവാനുരൂപമായ പുതു മനുഷ്യനുള്ളത് കൊണ്ട് പെട്ടെന്ന് ദൂതന്മാർ, നിങ്ങൾക്കറിയാമോ, ഞാനൊരു പ്രാവശ്യം കർത്താവിൽ വളരെ സന്തോഷിക്കുകയുണ്ടായി. പ്രസിഡൻ്റ് ഇലക്റ്റ് ആയിട്ട് പ്രതിഭ പട്ടീൽ എന്ന ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ വീടിന് ചുറ്റും പോലീസ് അധികാരികൾ വന്ന് കവർ ചെയ്തു. ന്യൂസിൽ വരിക, അവർ പ്രസിഡൻ്റായിട്ട് അവരോഹണം ചെയ്യപ്പെട്ടില്ല, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതേ ഉള്ളൂ പ്രസിഡൻ്റ് ഇലക്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അനൗൺസ്മെൻ്റ് ആയപ്പോഴത്തേക്ക് ആര് വന്നു? തലസ്ഥാനത്തു നിന്നുള്ള പ്രസിഡൻറ്റിൻ്റെ പട്ടാളവും അവരെല്ലാം വന്ന് കാവലാകാൻ തുടങ്ങി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാണ് അവരെ പ്രതിജ്ഞയെടുത്തത്. അതുപോലെ നാം സിംഹാസനസ്ഥനായിരിക്കാനുള്ള സമയം വരുന്നുണ്ട്. നമ്മൾ വി ആർ ഇലക്റ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ദൂതന്മാർ നമ്മോടുകൂടെ എപ്പോഴും ഉള്ളത്. നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൂതന്മാരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെയും എൻ്റെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക. നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോഴും, നിങ്ങൾ ടോയ്ലറ്റിലിരിക്കുമ്പോഴും, നിങ്ങൾ കടകളിൽ പോകുമ്പോഴും എല്ലാം ഉണ്ട്. നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുമ്പോഴും ദൂതൻ അടുത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ടോടെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ദൂതൻ നിങ്ങളെ വിട്ടു പോകുന്നില്ല. നിങ്ങൾ തെറ്റിലകപ്പെടുമ്പോഴും ദൂതൻ അവിടെ മാറി ശാന്തമായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളെ ഇത്ര ഉപദ്രവിക്കുക, എന്നെ എത്ര പ്രാവശ്യം എനിക്ക് ഉപദ്രവം സഹിക്കേണ്ടി വന്നു? ഉപദ്രവിക്കുമ്പോഴും ദൂതൻ അടുത്തുണ്ട്. ഇത് അനുവദിച്ചിട്ടാണ് ദൂതൻ എന്നെ ഉപദ്രവിക്കുന്നത്. അത് എത്രമാത്രം ഉപദ്രവിക്കണം എന്നുള്ളത് അറിയാം. അതിനപ്പുറത്ത് വയ്ക്കാൻ ഒരു പ്രാവശ്യം ഏകദേശം 2 വർഷമാകുന്നു, 2 വർഷം എന്നെ ജഗാതിരിയിൽ 100-300 പേര് അടിച്ച് താഴെയിട്ടു രാത്രിയിൽ
ഇലക്ട്രിസിറ്റി ലൈറ്റെല്ലാം അടിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വസ്ത്രമെല്ലാം കുറച്ച് വസ്ത്രങ്ങളെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. പിന്നെ എന്നെ താഴിട്ട് ഒരുപാട് തൊഴിക്കുകയും ഇടിക്കുകയും എന്തെല്ലാം ചെയ്തു. വയറ്റത്തെല്ലാം കയറി നിന്ന് അതെല്ലാം ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് അവരെന്നെ ഒരു കാലയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ബോധം മാറുന്നത് എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രാണൻ പോകുന്നു എനിക്ക് മനസ്സിലായി. വലിച്ചുകൊണ്ട് പോയി, വലിച്ചഴച്ചുകൊണ്ട് പോയി വെളിയിൽ കൊണ്ടിട്ടു. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് ആർക്കും എന്നെ എവിടെ കൊണ്ടുപോയെന്ന് അവർക്ക് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് അവർ പുറകെ മാറി ചെന്നു. പിന്നെ ആണ് എന്നെ എവിടെ ആയിട്ടിരിക്കുന്നത് മനസ്സിലായി. അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ പൾസൊക്കെ നടക്കാൻ തുടങ്ങിയത്. ആ സമയത്തും ആര് കൂടുണ്ട്? ദൂതന്മാർ കൂടെ. ദൂതന്മാർ ആ സമയത്തും കൂടെയുണ്ട്. അപ്പോഴും ഞാൻ സന്തോഷത്താൽ. അത് കഴിഞ്ഞ് പോലീസെല്ലാം വന്നു, IG അവരെല്ലാം കൂടെ വന്നു. അപ്പോൾ ഉപദ്രവിച്ചവരുടെ പ്രതികാരമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു അവരെൻ്റെ സ്നേഹിതന്മാരാണ്, എനിക്ക് അവരോട് ഒരു പ്രയാസവുമില്ല. ഉടനെ പത്രക്കാരെല്ലാം ചോദിച്ചു, അപ്പം നിന്നെ ഉപദ്രവിച്ചവർക്ക് പുഷ്പം കൊടുക്കുമോ? ഞാൻ പറഞ്ഞു പുഷ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ അവർക്ക് ആലിംഗനം അവരെ കെട്ടിപ്പിടിച്ച് ചുമ്മനം കൊടുക്കുമെന്ന് പറഞ്ഞു. അതും അങ്ങനെ തന്നെ പേപ്പറുകളിൽ വരാനിടയായി, ന്യൂസ് പേപ്പറുകളിൽ വരാനിടയായി. അവർ പിന്നാണ് അറിയുന്നത്. അതെല്ലാം ലൈവായിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പോൾ അത്ര ക്രൂരമായി മർദ്ദിച്ചപ്പോഴും ആര് കൂടുണ്ട്? ദൂതൻ കൂടുണ്ട്. ഹല്ലേലൂയ. ഇത്രയും വില കൊടുക്കുവാനുള്ള ഭാഗ്യം കർത്താവിന്. ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞത്, എത്ര പ്രാവശ്യം അങ്ങനെ ഉപദ്രവങ്ങൾ സഹിപ്പാനിടയായി. അപ്പോൾ ഉപദ്രവങ്ങൾ സഹിക്കുമ്പോഴും ദൂതന്മാരെന്ത് ചെയ്തിട്ടില്ല? വിട്ടിട്ട് പോയിട്ടില്ല. അപ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ എത്ര രോഗത്തിലായാലും ദുഃഖത്തിലായാലും നമ്മൾ ഏകരല്ല. ഭാര്യ കൂടില്ല, ഭർത്താവ് കൂടില്ലെന്ന് വന്നേക്കാം. എന്നാൽ നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, നിൻ്റെ ഉള്ളിൽ വചനമാകുന്ന വിത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൂതന്മാർ കാവലുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും എന്നുള്ള ജ്ഞാനം എല്ലാവർക്കും ഉണ്ടാകണം. ഈ കാലത്ത് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും എന്നുള്ള ജ്ഞാനം ഇല്ലാത്തതിനാൽ ദൈവവചനത്തിൽ നിന്ന് വളരെ തെറ്റിപ്പോകുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:16 വായിച്ചാൽ, ദൂസര കൊരിന്ത്യർ 4 का 16, 2 കൊരിന്ത്യർ chapter 4 verse 16 പുറമേ വായിച്ചാൽ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. സ്തോത്രം. ദൈവമക്കളാകുന്ന നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകട്ടെ, അകമേയുള്ളവൻ എന്തു ചെയ്യണം? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. എന്നാൽ ഇന്ന് അനേക പ്രാസംഗികന്മാർ, അനുഗ്രഹത്തെ പ്രസംഗിക്കുന്ന അനേക പ്രാസംഗികന്മാർക്ക് ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അവർ ബൈബിൾ കോളേജ് ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാൽ വചനം അറിഞ്ഞുകൂടാ. അവർക്ക് വചനം അറിയാത്തത് കൊണ്ട് പുറമേ ഉള്ള മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ജനങ്ങളെ ഇളക്കുന്നത്. അങ്ങനെ അവർക്കറിയാം, ജനങ്ങൾക്കെല്ലാം പുറമേയുള്ള ഇവിടെ ഇപ്പോൾ ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ എങ്ങും സ്ഥലം ഉണ്ടായിരിക്കുകയില്ലായിരുന്നു. അങ്ങ് താഴെ റോഡിൽ വരെ ആളുകളുണ്ടായിരിക്കും. എന്നാൽ അകമേയുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അതാർക്കും അത്ര ഇഷ്ടമല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്കേ ഇഷ്ടമുള്ളൂ. പുറമേയുള്ള മനുഷ്യൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എങ്ങും സ്ഥലം കാണുകയില്ലായിരുന്നു. നിങ്ങൾ നേരത്തെ വന്ന് സീറ്റ് പിടിച്ചെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ റോഡ് മുഴുവനും നിറഞ്ഞിരിക്കും ആളുകൾ. പോലീസ് തന്നെത്താനെ വന്ന് ജനങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടി വരുമായിരുന്നു. പ്രാസംഗികർക്കും അറിയാം, പുറമേ ഉള്ള മനുഷ്യൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ധാരാളം ആളുകൾ കൂടും, പൈസയും ധാരാളം കിട്ടും, നല്ല ബഹുമാനവും കിട്ടും. അവരവർ ചെയ്യട്ടെ. എന്നാൽ അവർ വചനം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിനെ കുറിച്ചുള്ള അറിവില്ല. ഡിഗ്രി ഉണ്ടെങ്കിലും ബുദ്ധിയിലുണ്ടെങ്കിലും വചനം അവർക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിൽ കൂടെ അവർ വചനം ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കണം, അകമേയുള്ള മനുഷ്യൻ എന്തു ചെയ്യണം? നാൾക്ക് നാൾ ബലം പ്രാപിക്കണം.
എല്ലാവരുടെയും ആഗ്രഹം എങ്ങനെയെങ്കിലും അകമയുള്ള മനുഷ്യൻ ബലം പ്രാപിച്ചാൽ ഇല്ലെങ്കിലും എൻ്റെ ജോലി നല്ലതാകണം, ഞങ്ങളുടെ ബിസിനസ് നല്ലതാകണം, വിവാഹം ഭംഗിയായി നടക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം ഭംഗിയായി നടക്കണം. ഇതൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തിൽ വരേണ്ടത് എൻ്റെ അകമേയുള്ള മനുഷ്യൻ എന്താകണം? നാൾക്ക് നാൾ ബലം പ്രാപിക്കണം. പുറമേയുള്ള മനുഷ്യൻ പറഞ്ഞാൽ അകമേയുള്ള മനുഷ്യനൊരു പ്രാവാണ്, പുറമേയുള്ള മനുഷ്യനൊരു പന്നിയാണ്, പിഗ്. രണ്ടിൻ്റെയും സ്വഭാവം. അകമയുള്ള മനുഷ്യൻ എങ്ങനെയാണ്? പ്രാവ്, ലൈക്ക് എ ഡോഗ്. പുറമേയുള്ള മനുഷ്യനോ പന്നിയാണ്. ആഗ്രഹത്തോടെ അങ്ങ് ഒരു പന്നിയെ പിടിച്ച്, നിങ്ങൾ നല്ലൊരു പന്നിയെ പിടിച്ചിട്ട് നല്ലൊരു ബെഡ്റൂമിൽ അതിനെ നല്ല ഷാമ്പു ഒക്കെ ഇട്ട് കുളിപ്പിച്ച് അതിൻ്റെ കഴുത്തേലൊരു റിങ്ങൊക്കെ കെട്ടി ഒരു നല്ല റിബണൊക്കെ കെട്ടി, പന്നി സാബേ നീ ഇവിടെ കിടന്നു, നിനക്ക് സമയത്തിന് നിനക്ക് ചോറും ഇറച്ചിയും മീനും എല്ലാം കൊണ്ടുതരാം എന്ന് പറഞ്ഞ് എയർ കണ്ടീഷൻ ഓൺ ചെയ്ത് ആ ബെഡേ കിടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പന്നി മഹാരാജ് പോകുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെ ചെളിയുണ്ട് അവിടെ പോകുന്നത്. അതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ പ്രാവ് പോലെ ഇരിക്കുമ്പോൾ പുറത്തെ മനുഷ്യൻ എങ്ങനെയാണ്? പന്നിയുടെ സ്വഭാവമുള്ളവനാണ്. ആ പന്നിയെ പ്രാവ് കീഴടക്കണം. ആ പന്നിയെ ആര് കീഴടക്കണം? പ്രാവ് കീഴടക്കണം. എങ്കിൽ എത്രമാത്രം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ പന്നി കീഴടങ്ങുകയുള്ളൂ. അങ്ങനെ ആ പന്നിയെ കീഴടക്കി ജീവിക്കുന്നവരാണ് വിശുദ്ധന്മാർ. എന്നാൽ ഇന്ന് അനേകരും യോഗത്തിൽ വരുമ്പോൾ പ്രാവിൻ്റെ 2 ചാട്ടം കാണും. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പന്നിയുടെ ഇഷ്ടമാണ് മുഴുവനും പന്നിയുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ച് പിന്നെയും വന്ന് അപ്പോഴത്തേക്ക് ആ പന്നിയുടെ ആഹാരമെല്ലാം അങ്ങോട്ട് കഴിച്ച് ഈ പന്നിയുടെ കൊഴുപ്പും എല്ലാം കൂടെ ഈ പ്രാവിൻ്റെ മേലും അത് കുറച്ച് കൊണ്ടിടും. അപ്പോൾ ഈ പ്രാവിന് പോലും പിന്നെ ചിറക് വിടർത്താൻ കഴിയുകയില്ല. കാരണം മുഴുവനും നെയ്യാണ്. എന്ന് ഈ പന്നിയുടെ ആഹാരമാണല്ലോ, പ്രാവിൻ്റെ ആഹാരം അതല്ല. അപ്പോൾ ഈ പന്നിയുടെ ആഹാരം ഇട്ടുകൊടുത്ത് പ്രാവിൻ്റെ ചിറകും പറക്കുന്ന ചിറകും എന്തായിത്തീർന്നങ്ങ് ഒട്ടിയിരിക്കുക. പ്രാവിനും പറക്കാൻ കഴിയാത്ത നിലയിലായി തീർന്നിരിക്കുക. അങ്ങനെയായി അനേക മനുഷ്യരുടെ അകത്തെ മനുഷ്യൻ. എന്നാൽ ദൈവവചനമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൂട് വരുമ്പോൾ ഈ പന്നി ചെറുകെ ഇറങ്ങുമ്പോൾ പ്രാവ് നല്ലപോലെ പറക്കുവാൻ തുടങ്ങും. ഈ വ്യത്യാസം നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. നമ്മുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും എന്നുള്ള വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കിയില്ല എങ്കിൽ ജയജീവിതം ചെയ്യുവാൻ കഴിയുകയില്ല, വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ പ്രാവ് പോലെ വിശുദ്ധനാണ്. അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ദൈവത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളതാണ്. ഈ അകത്തെ മനുഷ്യനെ നമ്മളെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? एफएसी लेखन 2:6-7 वाइचाट एफएसी 2 का 6 और 7 हमको किधर बिठाया गया? हमारा भीतरी मनुष्य कबूतर के समान, बाहरी मनुष्य सुअर के समान है. हाँ, एफएसी 2:6-7 ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തുമെന്നല്ല, സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ പാലായിലുള്ള ഈ ഓഡിറ്റോറിയത്തിലാണ് ഇരിക്കുന്നെങ്കിലും ആത്മാവിൽ നമ്മളെ എവിടെ ആയിത്തിരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. നമ്മുടെ ആത്മീക മനുഷ്യൻ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവനാണ്. ഈ കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി ഇരിക്കണം. ഇതിന് നമ്മൾ കുഴിയിൽ കിടന്നവരായിരുന്നു, പാപക്കുഴിയിൽ കിടന്നവരായിരുന്നു. അവരെ പാപക്കുഴിയിൽ കിടന്ന് നമ്മളെ വലിച്ചു കയറ്റി ഇവിടെ ഇപ്പോൾ ആക്കി ഇരുത്തിയിരിക്കുകയാണ്. സ്വർഗസ്ഥലത്ത് ഇരുത്തുകയും ചെയ്യുന്നു. സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? കൊലോസിയർ 3:1-2 കൊലോസിയർ 3:1-2 സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ.
ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നതിനാൽ എന്താ ചെയ്യേണ്ടത്? ഉയരത്തിലുള്ളത്. ഇന്നത്തെ പ്രാസംഗികന്മാർ നിങ്ങളെ പ്രസംഗിച്ച് കേൾക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലത്ത് നിങ്ങൾ പട്ടിണിയായിരുന്നു, എന്നാൽ ഇനിയും ദൈവം നിങ്ങളുടെ പട്ടിണി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ ചെറ്റക്കുടിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 2 മുറി നല്ല കെട്ടിടം തരാൻ പോവുകയാണ്. അതൊക്കെ ഓർത്തു. ഇതെല്ലാം സാധാന്യമാണ്. ഡോക്ടർ യോങ്കിച്ചോ, കൊറിയയിലുള്ള ഡോക്ടർ യോങ്കിച്ചോയ്ക്ക് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു 13 പേജിലുള്ള ഒരു കത്തെഴുതി. ഞാൻ പറഞ്ഞു, ദൈവജനത്തെ നശിപ്പിക്കുവാൻ നിൻ്റെ സാത്താന്യ ഉപദേശം കൊടുത്ത് പ്രാക്കളെ പന്നികളാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിൻ്റെ മേലാണ്. കാരണം യോങ്കിച്ചോ പറയുന്നത് എന്താണ്? ഭൗതികമായ കാര്യങ്ങളെ സ്വപ്നം കണ്ടിട്ട് പ്രാർത്ഥിച്ചു, അത് കിട്ടുന്നത് വരെ ഗർഭം ധരിച്ചിരിക്കുക. ഇപ്പോൾ ഒരു കാറിന് ഓർമ്മയുണ്ടെങ്കിൽ ഒരു കാറിൻ്റെ സൈസെല്ലാം പറഞ്ഞു കൊടുക്കണം കർത്താവിന്. എന്നിട്ട് എന്തു ചെയ്യാണ്? ദൈവം പിന്നെ തേടുകയാണ് എപ്പോഴാണ് ആ കാറ് കിട്ടുന്നത്. അതുവരെ വിശ്വാസം. പത്താൻകോട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സഭയിൽ, പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ ഒരു സഭയിൽ അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. കേരളത്തിൽ നിന്ന് വലിയൊരു പ്രാസംഗികൻ അവിടെ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പല യോഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ശനിയാഴ്ച മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അത് കേരളത്തിൽ നിന്ന് വന്ന ആ കർത്താവിൻ്റെ ദാസൻ വചനം പ്രസംഗിച്ചോളട്ടെ, ഞാൻ ഒടുവിലത്തെ ദിവസം വരാൻ എനിക്ക് സമയമുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഒടുവിലത്തെ ദിവസം ചെന്നു. അപ്പോൾ ആദ്യമേ ആ കർത്താവിൻ്റെ ദാസൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് വന്ന നല്ലൊരു കർത്താവിൻ്റെ ദാസനാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ യോഗമാണ്. എല്ലാ ദിവസവും അദ്ദേഹം തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ഒടുവിലത്തെ യോഗമാണ്. പുള്ളിക്കാരൻ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഭൗതിക പ്രയാസങ്ങളെല്ലാം മാറാൻ ഞാനൊരു കാര്യം പറയാം എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ 10,000 രൂപ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും അതിൻ്റെ ദശാംശമാകുന്ന 1000 രൂപ പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ കയ്യിലും കൊടുത്തേക്കണം. എവിടുന്നെങ്കിലും കടമെടുത്ത് എങ്ങനെയെങ്കിലും 1000 രൂപ ജേക്കബ് ജോണിൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ദൈവം പറയും, ഗബ്രിയേലേ, ദശാംശം വന്നു കഴിഞ്ഞു, എന്നാൽ ശരിയായ തുക എൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ദൂതന്മാർ പെട്ടെന്ന് എവിടുന്നെങ്കിലും വഴിയുണ്ടാക്കി നിൻ്റെ ബാക്കി 9,000 രൂപയും നിൻ്റെ കയ്യിൽ തരും. ഞാനപ്പോൾ ജേക്കബ് ജോണിനോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറ, ഇങ്ങനെ പ്രസംഗിക്കരുത്, തെറ്റാണ്. അപ്പം ജേക്കബ് ജോൺ പറഞ്ഞു, ഇത്ര വലിയ പ്രാസംഗികനല്ലയോ, എങ്ങനെയാണ് പറയുന്നത്? ഒന്ന് ഇതിത്തു വീണ്ടും ഇത് തന്നെ പറഞ്ഞു. ഞാൻ സ്റ്റേജിലോട്ട് കയറി ചെന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, പോയി ഇരുന്നോളാൻ പറഞ്ഞു. വലിയ പ്രാസംഗികർ ഈ തരത്തിലുള്ള സുവിശേഷം ഇവിടെ കേൾക്കാനല്ല വന്നത്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ അനേകർ കഷ്ടങ്ങൾ സഹിച്ചു, ഉപദ്രവങ്ങൾ സഹിച്ച് യേശുവിൻ്റെ നിമിത്തം അവരുടെ വീട് നഷ്ടപ്പെട്ടു. എന്നിട്ടും അവർ സന്തോഷത്തോടെ പോയിരിക്കുന്നത്. എത്ര നല്ല ജോലിയുള്ളവർ, അവരുടെ ജോലി യേശു നിമിത്തം നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. എന്തുമാത്രം വില കൊടുത്തവരാണ്. ഞാൻ പറഞ്ഞു, പോയി ഇരുന്നോളാൻ പറഞ്ഞു. നിങ്ങളെ മാനിച്ചുകൊണ്ട് ഈ ആയിരങ്ങളായവരെ ചതിക്കാനൊക്കെയായിരുന്നു. ഒടുവിൽ അത് കഴിഞ്ഞ് ആഹാരത്തിന് ഇല്ല, ഞാൻ ആഹാരം കഴിക്കില്ല, എന്നെ ഇതുവരെ ആരും ഇതുപോലെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പരസ്യമായിട്ട്. ഞാൻ പറഞ്ഞു, വന്നിരിക്കാൻ പറഞ്ഞു. വചനമെടുത്ത് പറഞ്ഞെടുത്തപ്പോൾ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരയാൻ 1.5 മണിക്കൂർ നല്ലപോലെ വചനമാകുന്ന ചുറ്റിയെടുത്ത് തലക്കടിച്ചപ്പോൾ പൊട്ടിക്കരയാൻ തുടങ്ങി. വലിയ ബൈബിൾ കോളേജ് ഡിഗ്രിയുള്ള വലിയ കർത്താവിൻ്റെ ദാസന്. പിന്നെ 2-3 ദിവസം എൻ്റെ കൂടെ താമസിച്ചിട്ട് പറഞ്ഞു, ഞാൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ടു പോകുകയാണെന്ന് പറഞ്ഞു. കേരളത്തിലെ വലിയ പ്രാസംഗികനാണ്. രക്ഷിക്കപ്പെട്ടത് ഇവിടെ വന്ന പത്താങ്കോട്ട് വന്നിട്ട്. ഞാൻ പറഞ്ഞത്, വചനം ഗ്രഹിക്കുന്നില്ല. ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഒരുത്തൻ നിങ്ങളെ സ്വർഗസ്ഥലത്ത് ഇരുത്തെങ്കിൽ നിങ്ങളുടെ ചിന്ത എന്തായിരിക്കണം? ക്രിസ്തുവിനോട് ഉയർത്തുന്നിട്ടിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പി. അപ്പോൾ നമ്മുടെ ജഡം പന്നി പറയും, എന്താ വേണ്ടിയത്? ഉയരത്തിലൊന്നുമല്ല, നമുക്ക് താഴെയുള്ള ഈ ചെളി മതി എന്ന് പറയും. ആ പന്നിയെ ക്രൂശിച്ച് വയ്ക്കാൻ പഠിക്കണം. അതാണ് ജയം.
ഗലാത്യർ 5:17 വായിച്ചാൽ. ഗലാത്യർ 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അവ തമ്മിൽ പ്രതികൂലമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? 24 വാക്യം വായിച്ചാൽ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നിങ്ങളുടെ പന്നിയാകുന്ന ജഡത്തെ എന്ത് ചെയ്യണം? അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ചിലർ ആത്മീയമായി മുൻപോട്ട് വരും, പന്നി അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. എന്തോ വേണേ ആഗ്രഹിച്ചോ, എന്തോ വേണേ ചോദിച്ചോ കൊടുക്കും. പന്നിക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കും. പിന്നെ വന്ന് ആത്മാവിൽ ബലപ്പെടുന്നില്ല. കാരണം എന്താണ്? പന്നിയെ ക്രൂശിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഇന്നത്തെ പ്രാസംഗികന്മാരെല്ലാം പന്നിക്ക് ആഹാരമാണ് കൊടുക്കുന്നത്. ഓ, പ്രാർത്ഥിച്ചോ, സ്തോത്രം പറഞ്ഞോ, നിനക്ക് വീട് കിട്ടും, നിനക്ക് വസ്തു കിട്ടും, നിനക്ക് ജോലി കിട്ടും, ഇതെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഇതെല്ലാം കിട്ടും. അപ്പോൾ പന്നിക്കുള്ള കൊഴുപ്പ്. അപ്പോൾ പന്നിയുടെ കൂട്ടത്തിൻ്റെ ബഹളമായി ഇന്നത്തെ വലിയ വലിയ കൺവെൻഷനുകൾ കാണുന്നത്. പന്നി കിടന്ന് മുക്കറായിടുന്നതാണ് കേൾക്കുന്നത്. ആൾക്കൂട്ടം വളരെ വലുതാണ്. അതിൽ 1-2 പ്രാക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവർ വളരെ വിഷമിച്ച് കഴിയുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നും. എന്നാൽ നിങ്ങൾ ആത്മാവിൽ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിൽ പ്രാക്കളുടെ കൂട്ടം ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ പ്രാക്കളുടെ കൂട്ടം കുറഞ്ഞ് ഇന്ന് പന്നിയുടെ കൂട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്നിയുടെ കൂട്ടം, പന്നിയാണ് ഉണ്ടാകുന്നത്. സ്വർഗസ്ഥലത്തിൽ ഇരുത്തിരിക്കുകയാണെങ്കിൽ റോമാലേഖനം 6:4 മുതൽ 6 വരെ വായിച്ചാൽ. റോമാലേഖനം 6:4 മുതൽ 6 വരെ വായിച്ചാൽ. റോമാലേഖനം 6:4 മുതൽ 6 വരെ. റോമൻ 6:4-6. കഷ്ടത സഹിഷ്ണുതയെയും. റോമാലേഖനം 6:4 മുതൽ 6 വരെ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 6-ാം വാക്യം വായിച്ചാൽ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. താഴെ വായിച്ചാൽ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. സ്നാനത്തോടുകൂടെ പഴയ മനുഷ്യനെ ക്രൂശിക്കുന്നതായ ലീഗൽ പ്രോസസ്സ് നടന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നാനപ്പെടുന്നതോടുകൂടെ ദൈവത്തോട് എന്താണ് പറയുന്നത്? എൻ്റെ പഴയ മനുഷ്യൻ്റെ ആഗ്രഹത്തിന് ഇനി ഞാൻ ജീവിക്കാൻ ഒരുക്കമല്ല, ഞാൻ അവനെ കുഴിച്ചിടുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, നല്ലവണ്ണം ഗ്രഹിക്കണം. എന്തിനാ സ്നാനപ്പെടുന്നത്? പഴയ മനുഷ്യനെ എന്ത് ചെയ്യുകയാണ്? കുഴിച്ചിടുക. അതിൻ്റെ ഒരു ലീഗൽ പ്രോസസ്. ഉദാഹരണമായി നിങ്ങൾ ഒരു വലിയ വീട് മേടിച്ചു എന്ന് വിചാരിച്ചാട്ട്, നിങ്ങൾ എൻ്റെ അടുക്കൽ എനിക്കൊരു വലിയ വീടുണ്ടെന്ന് ചിന്തിച്ചാട്ട്, വലിയ വീട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നു. 5-6 മുറിയൊക്കെ ഉണ്ട്, 10-12 മുറിയൊക്കെ ഉണ്ട്. 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വീട് വാങ്ങാൻ ഒരുങ്ങി. കോടതിയിൽ വന്നു, 50 ലക്ഷം രൂപ എനിക്ക് എണ്ണിത്തന്നു. ആധാരത്തിൽ ഞാനും സൈൻ ചെയ്തു, നിങ്ങളും സൈൻ ചെയ്തു, ഒപ്പിട്ടു. കോടതിയിലുള്ള രജിസ്ട്രാരും ഒപ്പിട്ടു. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പാർക്കാൻ വരുമ്പോൾ ഞാൻ പറയുകയാണ്, വീടിനകത്ത് കയറിപ്പോകരുത്. കയറിയാൽ അടിച്ച് താഴെയിടും. ഉടനെ നിങ്ങൾ പറയും, കണ്ടോ കടലാസ് എൻ്റെ കയ്യിലുണ്ട്. ആ കടലാസ് അവിടെ ഇരുന്നോട്ട്, വീട് എൻ്റെ കൈവശമായിരിക്കുന്നു. പിന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കി എങ്ങനെയെങ്കിലും ശരി വഴക്കുറച്ചോ പറയും, ശരി എന്നാൽ ഒരു മുറി നീ എടുത്തോ, ബാക്കി മുറിയെല്ലാം എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കടലാസ് നിങ്ങളുടെ കയ്യിലുണ്ട്, കൈവശം ആരുടെയിലാണ്? എൻ്റെ കൈവശം. അതുപോലെ സ്നാനപ്പെട്ട് പഴയ മനുഷ്യനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കടലാസുണ്ട്.
എന്നാൽ പഴയ മനുഷ്യനെ ക്രൂശിക്കുന്നില്ല. കടലാസം കൊണ്ട് നടക്കുക. സ്നാനപ്പെടുന്നതോടുകൂടെ പരസ്യമായി പ്രഖ്യാപിച്ചു, എനിക്കിനിയും പഴയ മനുഷ്യന് വേണ്ടി ജീവിക്കേണ്ട, എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി. എന്നാൽ മുങ്ങിക്കയറി വെച്ച് പിന്നെയും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആ പഴയ മനുഷ്യന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് തെറ്റ് പറ്റുന്നത്. അതിൽ നമ്മൾ ജയിക്കണം. ആ പഴയ മനുഷ്യനെ എന്തു ചെയ്യണം? ക്രൂശിച്ച അനുഭവത്തിൽ കൊണ്ടുപോകണം. റോമാലേഖനം 13:14 വായിച്ചാൽ, റോമാലേഖനം 13:14, റോമർ 13:14, റോമി 14:13. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ വചനം ദൈവമക്കൾ ശരിയായി മനസ്സിലാക്കുന്നില്ല. ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് വ്യഭിചാരം അല്ലെങ്കിൽ മറ്റുള്ള അതിന് തുല്യമായ ശരീര ഇച്ഛകൾ. ഹവ്വ വ്യഭിചാരം ചെയ്യാനാണോ നോക്കിയത്? ഹവ്വ വ്യഭിചാരം ചെയ്യാനാണോ പോയത്? അല്ല. ആ പഴം കണ്ടപ്പോൾ ഭക്ഷിച്ചാൽ നല്ലതാണ് എന്നൊരാഗ്രഹം വന്നു. ആ ആഗ്രഹം വന്ന് ആ ജഡത്തിനായുള്ള ചിന്ത വന്നു. അതുപോലെ വ്യഭിചാരം എന്നുള്ളത് പാപം തന്നെ. എന്നാൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പഴയ മനുഷ്യൻ അങ്ങ് ബലപ്പെടുകയാണ്. ഈ പഴയ നിയമത്തിൽ ദൈവം വിശുദ്ധന്മാർക്ക് ദൈവമായിട്ടാണ് വെളിപ്പെട്ടത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ പിതാവായിട്ടാണ് വെളിപ്പെടുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ അബ്രഹാമിന് ദൈവമായിട്ട് എന്ത് ചെയ്തു? ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ പിതാവായി നമ്മുടെ കൂടെ പാർത്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് അപ്പോഴപ്പോൾ തരികയാണ്. എത്ര പേര് ഇത് കേട്ടു? പഴയ നിയമത്തിൽ അബ്രഹാം ദൈവ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനല്ലായിരുന്നു. യോഹന്നാൻ സ്നാപകൻ വരെ ദൈവ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനല്ലായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്നത്, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയ യോഹന്നാൻ സ്നാപകൻ. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനായിരിക്കും. പ്രിയമുള്ളവരെ, പഴയ നിയമ ഈ അനുഗ്രഹം പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്ക് ഈ CD ഒന്ന് കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ CD എടുത്തിട്ട് അവർ ഒന്ന് മാനസാന്തരപ്പെട്ട് കേരളത്തിലെ ദൈവസഭയെ നശിപ്പിക്കുന്നത് കുറഞ്ഞത് അവർ വേദപുസ്തകം ഒന്ന് മനസ്സിലാക്കി ഒന്ന് കുറയട്ടെ. നിങ്ങൾക്ക് പിതാവിൻ്റെ കുറച്ച് അനുഗ്രഹമാണോ വേണ്ടിയത്? പിതാവ് നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നതാണോ വേണ്ടിയത്? പറഞ്ഞാട്ട് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം? അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഇസ്രായേൽ മക്കൾക്കെല്ലാം പിതാവ് ഭൗതിക സമ്പത്ത് കൊടുത്തു. എന്നാൽ പുതിയ നിയമക്കളോടുകൂടെ പിതാവ് വന്ന് പാർക്കുകയാ ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കണം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് ഈ വ്യത്യാസം? പഴയ നിയമത്തിൽ ഈ ലോകത്തിന്റെ സമ്പത്ത് കൊടുത്തവരെ അനുഗ്രഹിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് ഇതാ ലോക സ്ഥാപനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ പിതാവ് കൂടെ ഇരുന്ന് നമ്മളെ നടത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. അബ്രഹാമിനേക്കാൾ ഉയർന്നതാണോ താണതാണോ? നിങ്ങൾ പറഞ്ഞാട്ട് അബ്രഹാമിനേക്കാൾ എത്രയോ ഉയർന്ന അനുഭവമാണ്. അബ്രഹാമിനേക്കാൾ എത്രയോ ഉയർന്ന അനുഭവം. നമ്മളെ എന്ത് ചെയ്യാണ്? പിതാവാകുന്ന ദൈവം
നമ്മളോട് വാഴും. യോഹന്നാൻ 20:17 വായിച്ചാട്ട്. യോഹന്നാൻ 20:17. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം ദൈവ കുടുംബത്തിൽ ജനിച്ചപ്പോൾ മുതൽ ഇത്ര വലിയവനായ ദൈവം നമ്മുടെ പിതാവായി തീർന്നിരിക്കുകയാണ്. പിതാവായി തീർന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഏതൊക്കെ ആവശ്യമുണ്ട് അത് ആ സമയത്ത് കൊണ്ടുവരും. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിൽ വചനം ഒരിടത്ത് പ്രസംഗിച്ചിട്ട് ആലബാമയിൽ ചെല്ലണം. അപ്പോൾ ആലബാമയിൽ ചെന്ന് ന്യൂയോർക്കിൽ നിന്ന് ആലബാമയിലായപ്പോൾ അറ്റ്ലാന്റയിൽ വന്നിറങ്ങിയപ്പോൾ ആ പ്ലെയിനിൻ്റെ ഫ്രണ്ട് മുമ്പിലെ വീൽ അങ്ങ് തകർന്നു. വലിയ അപകടം ഉണ്ടായിരുന്നു. എന്നാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. 2 മണിക്കൂർ ഏകദേശം അവിടെ എയർപോർട്ടിൽ കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആലബാമയിൽ പ്രസംഗിക്കണം. അവിടുന്ന് പിന്നെ 1.5 മണിക്കൂർ യാത്രയുണ്ട്, പ്ലെയിനിൽ പോകണം. രാത്രി സമയമായി, 2 മണിക്കൂർ ലേറ്റായി. ഞാനപ്പോൾ അറ്റ്ലാന്റ വലിയ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുക, വിശ്രമിക്കുകയാണ്. അപ്പോൾ ഉടനെ അറ്റ്ലാന്റ വലിയ എയർപോർട്ടാണ്, അനേകായിരങ്ങൾ വന്ന് പോകുന്ന വലിയൊരു എയർപോർട്ടാണ്. അപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു, എം ശാമുവേൽ പ്ലെയിൻ ഈസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര എം ശാമുവേൽമാരാ ഉള്ളത്. ഞാനത് ശ്രദ്ധിക്കാതെ തുടങ്ങി. ഒരു 10-15 മിനിറ്റ് അപ്പോൾ എം ശാമുവേൽ വാസ് കം ഫ്രം ഇന്ത്യ, പ്രീച്ച് ഇൻ ആലബാമ, പ്ലെയിൻ ഈസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ പ്ലെയിൻ എനിക്ക് വേണ്ടി മാത്രം, 2 പൈലറ്റും ഉണ്ട്, 2 എയർ ഹോസ്റ്റസും ഉണ്ട്, എനിക്ക് വേണ്ടി മാത്രം വന്നിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരോട് ചോദിച്ചു എന്താ വന്നത്. പറഞ്ഞു, നിങ്ങളുടെ പ്ലെയിന് അപകടമുണ്ടായി എന്നുള്ളത് അവർക്ക് കമ്പ്യൂട്ടറിൽ കൂടെ മെസ്സേജ് കിട്ടിയപ്പോൾ അവർ സ്പെഷ്യൽ അയച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. വടക്കേ ഇന്ത്യയിൽ ചിലപ്പോൾ ബസ്സിൽ കയറാൻ വണ്ടിക്കൂലി പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. വണ്ടിക്കൂലി പോലും ഇല്ലാതെ ഈ നേപ്പാളിലൊക്കെ എത്രയോ മൈൽ നടക്കുന്ന ആളാണ്. ഒരു പ്ലെയിൻ ഞാനത് കയറി 1.5 മണിക്കൂർ അവിടെ കൊണ്ടിറക്കിയപ്പോൾ അവനെ സ്വീകരിക്കാൻ ഒത്തിരി പേര് വന്നിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിനറിയാമായിരുന്നു ഞാൻ എവിടെ പ്രസംഗിക്കണം, ആലബമായി പ്രസംഗിക്കണം. ഓർഡർ കൊടുത്തു, എൻ്റെ മകൻ വരുന്നുണ്ട്, അവന് വേണ്ടി എന്ത് ചെയ്യുക. ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഏതെങ്കിലും പ്ലെയിനിൽ കയറി പോകാമെന്ന് വിചാരിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ കയ്യിൽ ടിക്കറ്റുണ്ട്. അപ്പോൾ എൻ്റെ പിതാവിന് ഹിതമായി എനിക്ക് വേണ്ടി സ്പെഷ്യൽ പ്ലെയിൻ അറേഞ്ച് ചെയ്യണം. ഞാൻ ഒരു സംഭവം പറഞ്ഞുള്ളൂ. ഫിലിപ്പീൻസിൽ ചെന്നപ്പോൾ രാജകൊട്ടാരത്തിൽ പോയി പാർക്കേണ്ടതായ അവസരങ്ങളുണ്ടായി. എൻ്റെ പിതാവ് അങ്ങനെ ക്രമീകരിച്ചു. ഞാൻ പറയുന്നത്, പിതാവ് ആഗ്രഹിക്കുന്നിടത്ത് നമ്മളെ ആക്കും. എന്നാൽ നമ്മുടെ പന്നി കയറി എന്ത് പറയും, അതല്ല, നമ്മുടെ ഇഷ്ടം വേണം. ആ പന്നിയെ ക്രൂശിച്ചു വയ്ക്കുകയാണെങ്കിൽ പിതാവ് എല്ലാം ഭംഗിയായി നടത്തും. ഞാൻ 1975 ജോലി രാജിവെച്ചു. എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും ആഹാരത്തിനോ വീട്ടുവാടകയ്ക്കോ കുഞ്ഞുങ്ങളുടെ ഫീസിന് വേണ്ടി ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരുത്തരോട് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടില്ല. ഞാൻ ഇറങ്ങുന്നതിന് മുൻപേ കർത്താവിനോട് കർത്താവേ, മിലിറ്ററിയിലായിരിക്കുമ്പോൾ ഓഫീസറായിരിക്കുമ്പോൾ സമയത്ത് ബാങ്കിൽ പണം അവർ ക്രെഡിറ്റ് ചെയ്യും. ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് മിനിമമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 10 രൂപ മതിയായിരുന്നു. ഇപ്പോൾ 500 രൂപ വേണം. അന്ന് 10 രൂപ മതി. 10 രൂപ ഇട്ടിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ, ബാക്കി മുഴുവനും ചിലവ് ചെയ്തിട്ടാണ്, കർത്താവിൻ്റെ വേണ്ടി ചിലവ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പെൻഷനും എടുത്തില്ല, ഗ്രാറ്റുവിറ്റിയും എടുത്തില്ല. അതിന് കുറച്ച് താമസിച്ച് ഞാൻ പറഞ്ഞു, ഒന്നും എനിക്ക് വേണ്ട. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ വന്നുള്ള ഇവരോട് നിങ്ങൾ ചോദിച്ച് നോക്ക്. ഞങ്ങൾ ഗുരുദാസ്പൂരിൽ വാടകയിലാണ് താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും വാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇവരോട് ചോദിച്ചാട്ടെ. ഒരു ദിവസം പോലും ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ല. യോഗങ്ങൾ നടത്തുമ്പോൾ സ്തോത്ര കാഴ്ച എങ്ങും എടുക്കയില്ല, ആരോടും പറയില്ല നമ്മുടെ ചെലവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഇന്ന് വരെ. കാരണം എൻ്റെ പിതാവ് കൂടെയുണ്ട്, പിതാവ് തരുന്നത് മതി. ചില മാസങ്ങൾക്ക് മുൻപ്, ഈ വർഷത്തിന് ചില മാസങ്ങൾ മുമ്പ് ഞങ്ങൾ ഗുരുദാസ്പൂരിൽ ആഹാരം തീർന്നു. 40-46 പേരുണ്ട്. അല്പം അരിയുണ്ട്. വടക്കേ ഇന്ത്യക്കാർക്ക് ചപ്പാത്തിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇതൊരു ട്രെയിനിങ് ആകട്ടെ. ഒരു മാസം 20 ദിവസം വെറും കഞ്ഞി, അരിയിട്ടിട്ട് വെള്ളം, അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു മാസം 20 ദിവസവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പിതാവിനോട് എന്ത് ചോദിച്ചില്ല? ആഹാരം തരണമെന്ന് പറഞ്ഞില്ല. വടക്കേ ഇന്ത്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ റൊട്ടി തിന്ന് പരിചയമായി, ദൈവം നിങ്ങളുടെ വയറോടൊന്ന് ശരിയാക്കുകയാണ്, അതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി എന്ന്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അതേ ഉള്ളൂ. 2 നേരം കഞ്ഞിവെള്ളം ഓരോ ഗ്ലാസ് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തിന് മുൻപ് ഞങ്ങളുടെ ഒരു സഭാ ശുശ്രൂഷകൻ്റെ മകളുടെ വിവാഹം നടന്നു. ഒരു വേലക്കാരന്മാർ വിവാഹം നടന്നു. അപ്പോൾ അവർക്ക് വിളിച്ചൊരു ഊണ് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു തീയതി തീരുമാനിച്ചു. അന്നേരം ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിന് ആഹാരമൊക്കെ ഉണ്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞാണ് ആ തീയതി. അവരെല്ലാം കൂടെ ഏകദേശം 90 പേരോളം എല്ലാം കൂടെ ഉണ്ട്. നോക്കിയപ്പം അരിയില്ല, ആട്ട ഇല്ല, ഒന്നുമില്ല. 1.5 കിലോ അരിയുണ്ട്. അതെല്ലാം കൂടെ ഒരു വലിയ കുട്ടവും പോലെ വലിയതിനകത്ത് വെച്ചിട്ട് വെള്ളമാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. കല്യാണ സദ്യ എന്തുമായിരുന്നു? ഓരോരുത്തർക്ക് ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം. ഈ ചില മാസം മുമ്പ് നടന്നതാണ്. അന്നേരം പോലും എന്ത് പ്രാർത്ഥിച്ചില്ല. ആ കർത്താവിൻ്റെ ദാസനും അവൻ്റെ സഭയിലുള്ള വിശ്വാസികളെല്ലാം കൂടെ വന്നു. അവർ വിചാരിച്ചു കോഴിയും മീനും എല്ലാം നല്ല മൃഷ്ടാന്നമായ ഭോജനമായിരിക്കുമെന്ന് വിചാരിച്ച് അവർ വന്നപ്പോൾ എല്ലാവർക്കും ഓരോ സ്റ്റീൽ ഗ്ലാസ്സിൽ, ഇതാണ് ഇന്നത്തെ എന്ന. ആദ്യം നല്ലവണ്ണം ആരാധന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എല്ലാവരും എത്തി. ഞാൻ പറഞ്ഞു, നമ്മുടെ പിതാവ് ഇതാണ് തന്നത്, ഇത് കുടിച്ച്. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ആരംഭമാണ്, ഇതാദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ അത് കടിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇത്ര സന്തോഷം, ഇത്ര ആനന്ദം. ചില സമയത്ത് ധാരാളം ആഹാരം, ചില സമയത്ത് കുറച്ച്. അതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? കൂടെ താമസിക്കുന്ന പിതാവാണ് തീരുമാനിക്കുന്നത്. പിതാവ് എവിടെയാണ് താമസിക്കുന്നത്? എവിടെ? കൂടെ താമസിക്കുന്ന പിതാവ്. കൂടെ താമസിക്കുന്ന പിതാവ്. ഇതിൽ ശ്രേഷ്ഠമായ ക്രിസ്തീയ ജീവിതം എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞാട്ട്. ഞങ്ങൾ അനുഭവം കൊണ്ട് പറയുകയാണ്. എത്ര വേലക്കാരുണ്ട് ചൈനയിൽ, ഫിലിപ്പീൻസിൽ, നേപ്പാളിൽ, ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ എത്ര വേലക്കാരുണ്ട്. ഒരുത്തർക്കും ഒരു മാസവും സപ്പോർട്ടൊന്നുമില്ല. പിതാവിനെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അവരും പിതാവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എത്ര സ്ഥലങ്ങൾ വേലക്കാരുടെ ട്രെയിനിങ് നടക്കുന്നു. ഇന്നുവരെ പിതാവിനോട് 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. ദൈവം മുൻപാകെയാണ് ഇത് പറയുന്നത്. ഇന്നുവരെ പിതാവിനോട് 1 രൂപ പോലും ചോദിക്കാതെ പിതാവ് സകലതും തക്ക സമയത്ത് നടത്തുന്നു. ഞങ്ങളുടെ അനുഭവങ്ങൾ എത്ര പറയാനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, വചനപ്രകാരം ഒരു ജീവിതം ഒന്ന് ആരംഭിച്ചേ. എത്ര സന്തോഷമാണെന്ന് നോക്കിയാൽ. മത്തായി സുവിശേഷം 6:7 വായിച്ചാട്ട്. മത്തായി 6:7. മാത്യു 6, 7 and 8. പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ എന്തറിയുന്നു? നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മൾ പറയുന്നതിന് മുൻപേ. ഞാൻ ഒരു ചെറിയ ഒരു അനുഭവം പറയാം.
ഒത്തിരി പറയാനുണ്ടെന്നാൽ ഒന്ന്, എൻ്റെ ഹൃദയത്തിലെ വന്ന ചിന്ത കൂടെ പിതാവ് അറിഞ്ഞു പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യമാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഹൈദരാബാദിലുള്ള കർത്താവിൻ്റെ ദാസൻ വളരെ സീരിയസ് ആയി രോഗിയായി മരിക്കുന്ന നിലയിലായി എന്നെനിക്ക് ഫോൺ വന്നു. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ്റെ അടുക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ 2.5 ദിവസം എടുക്കും. അപ്പോൾ പ്ലെയിനിൽ പോയേ ഒക്കുള്ളൂ. അപ്പോൾ ജമ്മുവിൽ നിന്ന് ഡൽഹിയിൽ വരെ ഫോൺ കിട്ടിയ ഉടനെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്പം ജോലിയുള്ള പണമെല്ലാം കൂടെ എടുത്ത് ഡൽഹിയിൽ രാത്രി ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്ത്, റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു, തിക്കുള്ള ട്രെയിൻ യാത്ര ചെയ്ത് ആഹാരമൊന്നും കഴിച്ചില്ല. എയർപോർട്ടിൽ വന്നു, ഡൽഹി എയർപോർട്ടിൽ വന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം കൂടെ കൊടുത്ത് കൊടുത്തിട്ട് ഒരു ടിക്കറ്റ്, ഹൈദരാബാദിന് ടിക്കറ്റ് എടുത്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ ബാക്കി 2 രൂപയുണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ അന്ന് വൈകിട്ട് ആഹാരമൊന്നും കഴിച്ചില്ല. ഞാൻ വിചാരിച്ചു ഹൈദരാബാദ് എയർപോർട്ടിൽ ചെന്നിട്ട് അവിടുന്ന് വല്ല ഓട്ടോയിൽ കയറി പാസ്റ്റർ താമസിക്കുന്നിടത്ത് ചെന്നിട്ട് അവരോട് പറയാം നിങ്ങൾ വണ്ടിക്കൂലി കൊടുക്ക്. അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ പോകുന്നത്. രാത്രിയിൽ ആഹാരം കഴിച്ചിട്ട് രാവിലെ വെളുപ്പിന് എയർപോർട്ടിൽ ചെന്നപ്പോൾ ആ ടിക്കറ്റിലെടുത്തിട്ട് വെയിറ്റിംഗ് ഹാളിൽ പോകുന്നിടത്ത് ഒരു കോഫി സ്റ്റാളുണ്ട്. ആ കോഫി സ്റ്റാൾ അവിടെ നോക്കിയപ്പം 10 രൂപയാണ് മിനിമം ഇതിട്ട്. അപ്പോൾ കോഫിയുടെ മണവും വരുന്നുണ്ട്. എൻ്റെ മനസ്സിലൊരു ചിന്ത, ഒന്നൊരു കോഫി കിട്ടിയായിരുന്നേ നല്ലായിരുന്നല്ലോ. എന്നാൽ എൻ്റെ കയ്യിൽ എത്ര രൂപയേ ഉള്ളൂ? 2 ഉള്ളൂ. ഞാൻ അവിടുന്ന് ഒരു 200 ഗജം അകലെ പോയി പബ്ലിക്കുകളെല്ലാം ഇരിക്കുന്നിടത്ത്, പ്ലെയിൻ വിളിക്കുന്നിടത്ത്, ആളുകളെ വിളിക്കുന്നത് വരെ ഇന്ന ഗേറ്റിൽ പ്ലെയിൻ വരും എന്ന് വരെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. തല ഇങ്ങനെ ചാരി, ഒരു ചെറിയ ഉറക്കവും, മയങ്ങി. കാരണം രാത്രിയിൽ നിന്നാ യാത്ര ചെയ്തു വന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂക്കിൻ്റെ അടുക്കൽ നല്ല കോഫിയുടെ മണം വരുന്നു. ഞാൻ നോക്കുക എന്താണ്, ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒരു ടൈ ഒക്കെ കെട്ടിയ ഒരാൾ, സാർ, ഞാൻ ടൈ ഒന്നും കെട്ടിയിട്ടില്ലായിരുന്നു, സാധാരണക്കാരനാണ്, ഒരു കപ്പ് സോസിന് നല്ലൊരു കപ്പ് കാഫി എന്നോട് ചോദിക്കുക, കോഫി കുടിക്കുന്നോ? ഞാൻ പറഞ്ഞു, നിങ്ങളാരാ? ഞാൻ ഇന്നാരാ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് കോഫി മേടിച്ചത്? ഞാൻ കോഫി മേടിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആരോ പറയും നിങ്ങൾക്കൊരു കോഫി കൊണ്ട് തരണമെന്ന്. ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിട്ടില്ല, എനിക്കറിഞ്ഞുകൂടാ, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, മലയാളിയുമല്ല, വേറെ ഭാഷക്കാരനാണ്, ഹിന്ദിക്കാരനാണോ മറാഠിക്കാരനാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ കോഫി കുടിച്ചു. നല്ല കോഫി. എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നതേ ഉള്ളായിരുന്നു, ഒരു കോഫി കിട്ടിയാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ആഗ്രഹം, ഒരു ചിന്ത വന്നു. കാരണം വൈകിട്ടും ആരും കഴിച്ചില്ല, രാവിലെ സമയമാണ്, ഒരു കോഫി കിട്ടിയാൽ നല്ല. എന്നാലും ചിന്തിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ പുള്ളിക്കാരൻ കപ്പ് മേടിക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു ടീ-ഷർട്ട്, ഹാഫ് കൈയുള്ള ഷർട്ടാണ്, പോക്കറ്റുണ്ട്. ഉടനെ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ എൻ്റെ പോക്കറ്റിലൊന്ന് ഇത് ഇടുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ? നോ. ഒടുവിൽ പോക്കറ്റിൽ ഇട്ടേച്ച് പോയി നോക്കിയപ്പോൾ 500 രൂപ, 5 രൂപ 100 രൂപ നോട്ടാണ്. ആരായിട്ടത്? ഇന്നും ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ പിതാവിന് മനസ്സിലായി എൻ്റെ മകൻ ഇപ്പോൾ കോഫി വേണം, അവന് കോഫി കൊണ്ട് കൊടുപ്പിച്ചു. അതുകൂടാതെ 500 രൂപയും കടം പറയാതെ ഓട്ടോറിക്ഷായി അവരുടെ ചെന്നിട്ട് കൊടുക്കുമെന്നല്ലാതെ അവിടെ പോകത്തക്കണം. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ അങ്ങനെ അനുഭവിച്ച എത്ര അനുഭവങ്ങളാണുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഞാൻ ഇന്ന് പറയട്ടെ, 1975 മുതൽ ഈ മിനിറ്റ് വരെ എൻ്റെ പിതാവ് എല്ലാറ്റിലും വിശ്വസ്തനായിരുന്നു. എന്നിൽ പല അവിശ്വസ്തതകൾ വന്നിട്ടുണ്ട്. എൻ്റെ പിതാവ് ഇന്നുവരെയും വിശ്വസ്തനായി നടത്തുന്നു. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവ് എത്ര നല്ലവനാണ്. മത്തായി സുവിശേഷം 6:25 മുതൽ 32 വരെ എല്ലാവർക്കും അറിയാമല്ലോ, ഒന്ന് വായിച്ചാൽ, എന്നാലൊന്ന് ഓർമ്മിച്ച് വായിച്ചാട്ട്. മത്തായി 6:25 മുതൽ 32 വരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ?
വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. 1 പത്രോസ് 5:7 വായിച്ചാട്ടെ. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ സകല ചിന്താകുലവും ഞാൻ അനുഭവിക്കാതെ പറയുകയല്ല. അനേക രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് പല പ്രാവശ്യം പട്ടിണി കിടന്ന്, പല പ്രാവശ്യം ജയിലിൽ കിടന്ന്, എത്രയോ പ്രാവശ്യം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇതെല്ലാം അനുഭവിച്ചിട്ട് ഞാൻ അനുഭവത്തോടെ പറയുകയാണ്, തൻ്റെ കുടുംബത്തെ നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ പിതാവ്. ഞാൻ പറയട്ടെ, ഈ കുടുംബത്തിൻ്റെ പ്രോഗ്രാം ലോകസ്ഥാപനത്തിന് മുൻപേ ഇട്ടതാണ്. ഹല്ലേലൂയ. നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം പിതാവ് പുത്രൻ എന്നുള്ള ബന്ധമാണ്. ദൈവത്തിൻ്റെ കുടുംബക്കാരാണ് നാം. എന്നാൽ പലപ്പോഴും ഈ ചിന്ത വിട്ടിട്ട് നമ്മൾ, ഇപ്പം നിങ്ങളൊന്ന് വിചാരിച്ചാട്ടെ, നിങ്ങളുടെ ഒരു മകൻ, നിങ്ങൾ 4-5 മക്കളുണ്ട്. നല്ലപോലെ ചിന്തിക്കണം, നിങ്ങൾ ഓർപ്പിക്കാനായിട്ട് പഠിക്കുക. നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ മീൻ കൊണ്ടുവരും, ചിലപ്പോൾ പച്ചക്കറി കൊണ്ടുവരും, ചിലപ്പോൾ ഇറച്ചി കൊണ്ടുവരും. നിങ്ങളുടെ ഒരു മോൻ എപ്പോഴും ഇറച്ചിയാണ് വേണ്ടത്, അല്ലെങ്കിൽ കോഴിക്കറി. അപ്പോൾ കോഴിക്കറി ഇറച്ചി വയ്ക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കാണും, അടുത്ത നായരുടെ വീട്ടിൽ കോഴിക്കറി വയ്ക്കും, അവിടെ പോവും. അത് കഴിഞ്ഞ് അടുത്ത കത്തോലിക്കർ സഹോദരൻ്റെ വീട്ടിൽ കോഴിക്കറി അവിടെ പോവും. പോയിച്ച് അവിടെ കഴിച്ചേച്ച് ഇങ്ങോട്ട്, പപ്പ ഞാൻ അവിടെ പോയി കഴിച്ചേച്ച് വന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? പറഞ്ഞാട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ? എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? നിങ്ങളുടെ മകൻ 4 മക്കളുണ്ട്. ഒരു മകൻ എപ്പോഴും കോഴിക്കറിയാണ് വേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ കോഴിക്കറി ഉള്ളപ്പോൾ അവിടെ, അത് കഴിഞ്ഞ് അടുത്ത നായരുടെ വീട്ടിൽ കോഴിക്കറി അവിടെ പോകും. അടുത്ത മുഹമ്മദിൻ്റെ വീട്ടിൽ കോഴിക്കറി അവിടെ പോകും. പോയിച്ചാ പപ്പ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഹല്ലേലൂയ, കോഴിക്കറിയുടെ എല്ല് കടിച്ചുകൊണ്ട് പറയുക. അപ്പോൾ പപ്പ പറയുക, നിന്നെപ്പോലൊരു മകനെ കിട്ടിയതിൽ ഞാൻ എത്ര ദുഃഖിക്കുന്നു. എൻ്റെ മകനായിരുന്നെങ്കിൽ വീട്ടിൽ കോഴിക്കറി കഴിക്കും, അല്ലെങ്കിൽ പച്ചക്കറി കഴിച്ച് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അതുപോലാണ് സ്വർഗസ്ഥനായ ദൈവം ഇന്നത്തെ പല പ്രാസംഗികന്മാരെ നോക്കി പറയുന്നത്. പ്രാസംഗികന്മാരെ നോക്കി പറയുമ്പോൾ വിശ്വാസികളുടെ കാര്യം പറയാനുണ്ടോ? ഇവിടുന്ന് തെണ്ടി നടക്കുക. അമേരിക്കയെ പോലെ അമേരിക്കയിലെ തെണ്ടം ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം കണ്ടതാണ്. കേരളത്തിലുള്ളവർ വന്ന് എന്തെല്ലാം തെണ്ടി നടക്കുന്നതെന്നുള്ളത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ തെണ്ടൽ. ഇവരൊന്നും അപ്പൻ്റെ മക്കളല്ല. ഇവരാരും അപ്പൻ്റെ മക്കളല്ല. ദൈവകുടുംബത്തിൽ ജനിച്ചതായ ബോധ്യം അവർക്കില്ല.